കറണ്ട് പോയി എന്ന് എങ്ങനെ പറയാ? The power is out. The power is out. The power has gone out. അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ. Yes, gone out, went out, അല്ലെങ്കിൽ went Went off off, എന്നൊക്കെ yes, പറയും. yes. പക്ഷെ അതൊരു ഇന്ത്യനൈസ്ഡ് വേർഷൻ ആണ്. That is not correct. Okay, that is Power because is out. yes, power is out. അപ്പൊ കറണ്ട് വന്നു എന്നാണെങ്കിലോ? The power is back, അല്ലെങ്കിൽ power is back on. യെസ്, എന്ന് രണ്ട് പറയാം. യൂസ് ചെയ്യാം അല്ലേ? അതേപോലെ ഇപ്പൊ നമ്മള് ആ ഫാൻ ഒന്ന് ഓഫ് ചെയ്യോ, ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യോ എന്നൊക്കെ എങ്ങനെ പറയാം? ഓഫ് ചെയ്യോ, ഓൺ ചെയ്യോ എന്നൊക്കെ അതിന്? Could you please switch on the fan അല്ലെങ്കിൽ switch off? ഓക്കെ, അല്ലെങ്കിൽ turn on, ടേൺ Turn off. ഓക്കെ. അപ്പൊ സ്വിച്ച് ഓൺ എന്നും പറയാം, അല്ലെങ്കിൽ ടേൺ ഓൺ. Turn ഓക്കെ, on. സ്വിച്ച് ഓഫ് എന്നും പറയാം, അല്ലെങ്കിൽ ടേൺ Turn ഓഫ്. off എന്ന് ഓക്കെ, രണ്ടും പറയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരാൻ പോവാണ്. ഇപ്പോൾ വോളിയം ഒന്ന് കുറക്കുമോ? ഇപ്പൊ ഒരാൾ ടി വി കണ്ടുകൊണ്ടിരിക്കുക, അപ്പോൾ പറയാ വോളിയം ഒന്ന് കുറക്കുമോ എന്ന് എങ്ങനെയാ പറയാന്ന് ജസ്റ്റ് ഇവിടെ നിന്ന് കോമെന്റ് ചെയ്യാം. അപ്പൊ ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണോ? എന്താ ചെയ്യേണ്ടത് ഗോപിക? ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് ഒരു 40 മിനിറ്റ് നിങ്ങൾക്ക് ഡെയിലി മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ 2 മാസത്തെ കോഴ്സിന്റെ ഭാഗമായിട്ട് ജസ്റ്റ് ഫോർ ₹3,500 ഞങ്ങൾ നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരെയും നമ്മൾ ഒരുപോലെയാണോ പഠിപ്പിക്കുന്നത്? ഒരിക്കലല്ല, ഓരോ ലെവൽസ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്, Yes, അങ്ങനെ അതായത് നിങ്ങളുടെ ലെവലിനനുസരിച്ചാണ് പഠിപ്പിക്കുന്നത്. യെസ്, അത് പഠിച്ചു തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു കോഴ്സ് ഉണ്ട്. ഇനി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം. ഒരാൾ പറയുന്നത് എനിക്കൊന്നും പഠിക്കണ്ട, നിരന്തരം സംസാരിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഗോപികയെ പോലെ ഒരുപാട് ട്രെയിനേഴ്സ് ഇവിടെ ഉണ്ട്. അവരോട് നിരന്തരം ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ പ്രാക്ടീസ് ചെയ്യുക. 2 മാസം കൊണ്ട് എന്തായാലും ലാംഗ്വേജ് സെറ്റ് ആവും. വളരെ ചെറിയ ഫീ ആണ്. പുതിയ ബാച്ച് നമുക്ക് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബയോളോ വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇനി കോഴ്സിൽ വെച്ചിട്ട് കാണാം.